ചില സർപ്രൈസ് ആളുകളുണ്ട്. നമുക്കിപ്പോൾ റിഫാന കൂടി ചേരുന്നുണ്ട്. റിഫാന നമസ്കാരം. നമസ്കാരം. റിഫാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകത എന്താണ്? റിഫാനയുടെ ഫാദറാണ്. റിഫാനയുടെ ഫാദർ പറയും ഇത് അനിയനാണ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ റിഫാനയ്ക്ക് ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോള്? +1 റിഫാന പഠിക്കുന്നു. പക്ഷേ റിഫാനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത? അവള് ജന്മന കേൾവി കുറവുള്ള കുട്ടിയാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. 10 വർഷമായി സ്പീച്ച് തെറാപ്പി ചെയ്ത് സംസാരം പഠിച്ചിട്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. 10 വർഷം എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ 1ാം ക്ലാസ് മുതലേ സ്പീച്ച് തെറാപ്പി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് സംസാരം പഠിച്ചിട്ടാണ് ഇപ്പോൾ സംസാരം. നേഴ്സറിയിലും അംഗൻവാടിയിലും ഒക്കെ പോകുന്ന സമയത്ത് സംസാരിക്കില്ലായിരുന്നു. അന്ന് സംസാരിക്കുന്നത് മനസ്സിലാവില്ല. അന്ന് കേൾവി കുറവാണ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ LKG ടീച്ചറാണ് ഇവർക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 80% കേൾക്കില്ല എന്ന് മനസ്സിലായത്. കേൾക്കാത്ത അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? മാത്രമല്ല സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല നമ്മളിന്ന് വാർത്തയെ കൂടെ വായിപ്പിച്ചിട്ട് റിഫാനെ വിടത്തുള്ളൂ അല്ലേ? അഷ്കരെ അതൊരു വലിയ സംഭവമാണ് അല്ലേ സാനിയോ? പ്രത്യേകിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് ആ സമയത്ത് ടെൻഷൻ അടിച്ച് കാണുമല്ലോ. ഇഷ്ടംപോലെ ടെൻഷൻ അടിച്ചു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇത് എങ്ങനെ തരണം ചെയ്യാന്നുള്ളതായി. അപ്പം മൈസൂർ ഏഷ്യയില് ഏറ്റവും നല്ല ബെറ്റർ ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 10 വർഷമായി ഏഷ്യയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അവിടുന്ന് തെറാപ്പി കൊടുക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ അവിടെ തന്നെ. എക്സാമിന്റെ ടൈമിൽ ഇങ്ങോട്ട് വരും, പിന്നെ കഴിഞ്ഞ അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെയായിരുന്നു. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഇവിടെ നാട്ടിൽ സെറ്റിലായി. മിടുക്കിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ കണ്ടോ നല്ല വൃത്തിയായിട്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. എത്ര ചെറിയ ശബ്ദം പോലും ഇപ്പൊ കേൾക്കാം അല്ലേ? ഇപ്പൊ വേറെ ഹിയറിംഗ് എയ്ഡ് ഉണ്ടോ? ഹിയറിംഗ് എയ്ഡ് ഉണ്ട് അല്ലേ? അപ്പൊ ചെറിയൊരു ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടു കൂടിയാണ് കേൾക്കുന്നത്. പക്ഷെ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റിഫാന നമുക്ക് വാർത്ത വായിച്ചാലോ? വാർത്തയൊക്കെ വായിച്ചിരുന്നോ? ആണോ? ഏറ്റവും ഇഷ്ടം എന്താണ്? എന്താവാനാണ് ഭാവിയിൽ? ടീച്ചർ ആവാനാണോ? ജേർണലിസ്റ്റ് ആവാനാണോ? അതേപോലെ സിവിൽ സർവീസിലേക്ക് പോകാനാണോ? ബിസിനസ് ആണോ? കലയാണോ? ഡോക്ടർ ആവാനാണ് ഇഷ്ടം. ഏത് വിഭാഗത്തിൽ ഡോക്ടർ ആവാനാണ് ഇഷ്ടം? പീഡിയാട്രിക് ആണോ? കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന ആണോ? അതല്ല മറ്റേ ഓർത്തോ, നമ്മുടെ അസ്ഥിരോഗമാണോ? ഹൃദയരോഗമാണോ? എന്തെങ്കിലും ഒരു ഡോക്ടർ ആയാൽ മതി അല്ലേ? MBBS ആവണം അല്ലേ? പേരിന്റെ അറ്റത്ത് ഡോക്ടർ റിഫാന എന്ന പേര് വേണം അല്ലേ? അതെ. ഉമ്മ എന്ത് ചെയ്യുന്നു? ഉമ്മ വീട്ടിലെ ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് റിഫാന. 10 വർഷമായിട്ട് എഫേർട്ട് എടുക്കുന്നു അല്ലേ? എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയില് ഇപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് പഠിച്ചു. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ എഴുതി കൊടുത്താൽ ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു സന്ദേശം പറയും. ആണോ? അപ്പോൾ ഒരു സന്ദേശം എന്ന് പറയാൻ കയ്യിലുണ്ടോ? ഫോണിൽ നോക്കി പറയണം സന്ദേശം അല്ലേ? അപ്പം നമുക്ക് ഒരു വാർത്ത വായിച്ചാലോ? ഫോണിൽ നോക്കിയിട്ട് വായിച്ചോളൂ. ഇത് വായിച്ചോളൂ. 10 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കാതിരുന്ന, സംസാരത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്പീച്ച് തെറാപ്പിയിലൂടെ കഠിനാധ്വാനം ചെയ്ത് സംസാരിച്ച റിഫാനയാണ് നമ്മുടെ മുമ്പിൽ വാർത്ത വായിക്കാൻ പോകുന്നത്. ഈ വാർത്ത വായിച്ചു. UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുക്കും. എടക്കരയിലെയും കരിവാരക്കുണ്ടിലെയും യോഗങ്ങളിൽ ആണ് അൻവർ പങ്കെടുക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉൾപ്പെടെ അൻവറിന്റെ പിന്തുണ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അപ്പോൾ റിഫാന നോക്കൂ, ഇവിടുന്ന് എത്ര മാറ്റമാണ്. പണ്ട് 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും വായിക്കില്ലായിരുന്നു. ഇല്ല. അപ്പോൾ ഹൈ ഫ്രീക്വൻസി മോഡുലേഷൻ വരുന്ന അക്ഷരങ്ങൾ ഇവൾക്ക് കേൾക്കാനും കഴിയില്ല, ഉച്ചരിക്കാനും കഴിയില്ല. ഇവൾക്ക് റിഫാന എന്നുള്ള പേര് റിക്കാന എന്നാണ് ഇവൾ പറയുന്നത്. ABCD എന്ന് പറയുമ്പോൾ ABKD എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കഥ നമ്മൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവൾക്ക് അതിൻ്റെ ആശയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ മിടുക്കി. അപ്പോൾ റിഫാനയെ പോലെ മിടുക്കികളായിട്ടുള്ള ഒരുപാട് പേര്, മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഇതേപോലെ സ്പീച്ചിന് ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാം. രക്ഷിതാക്കൾ നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല. റിഫാനയുടെ വാപ്പ പറയുന്നത് പോലെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പരിശീലനം നടത്തിയാൽ 5-6 വർഷം കൊണ്ടത് പരിഹരിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം ഒരു ഇൻസ്റ്റയിൽ റീലിട്ടാൽ 200 ആളാണ് നമ്മളെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ 200 ആൾക്കാർ തയ്യാറാണ്. പിന്നെ നമ്മൾ ഫോളോവേഴ്സ് കുറവാണ്. ഇത് കഴിയുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളുടെ. അപ്പം എന്തും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വേള ഇരുട്ടിനെയും നമുക്ക് വെളിച്ചമാക്കിയിടാം എന്നാണല്ലോ. അപ്പോൾ താങ്ക് യു റിഫാന, ഗംഭീരമായിട്ട് വാർത്ത വായിച്ചു.